നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് വിജയദശമി ദിനത്തിൽ കേന്ദ്ര ദൃഷ്ടി യോഗം. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. ചില ഗ്രഹങ്ങൾ ചില രാശിയിലേക്കൊക്കെ മാറുമ്പോൾ ചില രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ വ്യാഴം സർവേശ്വരകാരകത്തുള്ള വ്യാഴം മാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും. അതുപോലെ തന്നെ ബുധന്റെ മാറ്റം ഇതും വളരെയധികം സ്വാധീനം ചെലുത്തും. ബുധൻ വിദ്യാകാരകനാണ്, വാക്കിന്റെ കാരകത്തുള്ള ഗ്രഹമാണ്. ബുധൻ നമ്മുടെ ജാതകത്തിലൊക്കെ ബലവാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ഏത് വിദ്യ ആണെങ്കിൽ പോലും ആ വിദ്യയിൽ ശോഭിക്കുമെന്നാണ്. കാരണം വിദ്യ, വാക്ക്, നമ്മുടെ ബുദ്ധി ഇതിനൊക്കെ സൂചിപ്പിക്കുന്നത് ബുധനെ കൊണ്ടാണ്. ബുധൻ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ, അതായത് നമ്മുടെ ഈ ഒരു ജീവിതകാലത്ത് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. അങ്ങനെ പല നല്ല ഗുണങ്ങളും നല്ല നല്ല വാക്കുകൾ ഒക്കെ പറയാൻ നമുക്ക് സാധിക്കും. ബുധന്റെ ബലാബലം അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ വ്യാഴം, സർവേശ്വരകാരകത്തുള്ള വ്യാഴം നല്ല രീതിയിൽ ജാതകത്തിലൊക്കെ നിന്നു കഴിഞ്ഞാൽ അത് ചാരവശാൽ സഞ്ചരിക്കുമ്പോഴൊക്കെ വളരെയധികം നല്ല മാറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുപോലെ കേന്ദ്ര ദൃഷ്ടി യോഗം, വിജയദശമി ദിനത്തിൽ കേന്ദ്ര ദൃഷ്ടി യോഗമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജീവിതത്തിന് വളരെയധികം മാറ്റങ്ങളിലേക്ക് എത്തിക്കും. അതൊരു ഗുണപ്രദമായ പല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്ന് വീഡിയോയിലേക്ക് പോകും. മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ പലപ്പോഴും പരസ്പരം ദൃഷ്ടി ചെയ്യപ്പെടുന്നു. അതിനെയാണ് കേന്ദ്ര ദൃഷ്ടി യോഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ യോഗത്തിന്റെ ഫലമായിട്ട് 5 രാശിക്കാരിൽ ഈ വിജയദശമിയോട് ബന്ധപ്പെട്ട് ജീവിതത്തിൽ അടിമുടി ഒരു മാറ്റമുണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല. ഇതൊരു പൊതുഫലമാണ് പറയുന്നത്. എങ്കിൽ പോലും നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പൂർണ്ണഫലം ഉണ്ടാവുക. കാരണം അടിമുടി മാറും എന്ന് പറയുമ്പോൾ നമ്മളിതിലെ രണ്ട് ഭാഗവും പറയുകയാണ്. നമ്മൾ ചില ആൾക്കാരിൽ ഈ ഗ്രഹങ്ങളൊക്കെ വളരെയധികം നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ അനുഭവപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ ഈ പറയുന്ന അനുഭവങ്ങളും ഇല്ലാത്തവരുണ്ട്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫലം ഉണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണോ ഈ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത്, ഈ പറയുന്ന ബുധനും വ്യാഴമൊക്കെ പരസ്പരം ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു ഫലം നമ്മുടെ ജാതകത്തിൽ പ്രകാരമാണോ നിൽക്കുന്നത് എങ്കിൽ അതനുസരിച്ച് നമുക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവും. തിരിച്ച് ഇത് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത്ര തന്നെ നമുക്ക് ഗുണം ലഭിക്കണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് സത്യമാണത്, സത്യമായ ഒരു കാര്യമാണ്. അതിന്റെ 2 വശം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോഴേക്കും കാള പറ്റൂ, ഉടനെ കയറെടുക്കുക എന്നുള്ള രീതിയിൽ ആൾക്കാർ ചാടി പുറപ്പെടും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തെ ഒരു ഉത്തമനായ ജ്യോത്സ്യനെ കൊണ്ടൊന്ന് പരിശോധിപ്പിച്ച് ഒന്ന് അറിയേണ്ടതാണ്. എങ്കിൽ ചില പോരായ്കൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചെറിയ പരിഹാരങ്ങളിലൂടെ നമുക്കത് ബലപ്പെടുത്താൻ കഴിയും. ആ ഗ്രഹങ്ങളെ അങ്ങനെ ബലപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ചാരവശാൽ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും ഈ 5 രാശിക്കാരിൽ ആദ്യത്തെ രാശിയാണ് മേടം രാശി. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണങ്ങളെ പറ്റി പറയുന്നത്. അതായത് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു ദുർഘടമായ സമയം കടന്നുപോയി എന്നുള്ളതാണ്. അത് പലർക്കും നല്ലതും വളരെ നല്ല ഗുണങ്ങളും മോശമായ ഗുണങ്ങൾ അനുഭവിച്ചവരുണ്ടാവാം മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാര്. പക്ഷെ ആ മോശം അനുഭവങ്ങളിൽ ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ വിജയദശമിയോട് ബന്ധപ്പെട്ട് നല്ല അടിമുടി ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. സാമ്പത്തികമായുള്ള ഒരു വിജയം ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകും.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയും. അതായത് ഒരു വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത മനസ്സ് മടുത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം ഈ വിജയദശമിയോടെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വിജയദശമി ദിനത്തിൽ നിങ്ങൾക്ക് ഈ ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം കണ്ടോളൂ. ഇന്നോ നാളെയോ എന്നല്ല, പലർക്കും പലതരത്തിലായിരിക്കും ജീവിതാനുഭവങ്ങൾ വരിക. ഒരാളുടെ അനുഭവം ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം നക്ഷത്രക്കാരാണ് മേടക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ ഒരു വിജയദശമിയോട് ബന്ധപ്പെട്ട് നല്ലൊരു മാറ്റമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത് സാമ്പത്തിക ശേഷി കുറച്ചുകൂടെ മെച്ചപ്പെടും, ജോലിയിൽ ഒരു പുരോഗതി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹം നടക്കാതിരുന്ന് കുറെ കാലങ്ങളായിട്ട് വിവാഹാലോചനയൊക്കെ ആയിട്ട് നടന്നു പോകുന്നവർക്ക് ഒരു നല്ല മാറ്റം, അതിൽ നിന്നൊരു മാറ്റം ലഭിക്കും. കാരണം പുതിയൊരു വിവാഹാലോചനയൊക്കെ വന്ന് നല്ലൊരു ബന്ധം വന്നു ചേരാനും അത് നിമിത്തം വിവാഹം കഴിയാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള ഗുണാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങാനൊക്കെ ശ്രമിക്കുന്നവർക്ക് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ കേന്ദ്ര ദൃഷ്ടി യോഗത്തിന്റെ ഫലമായി വിജയദശമി ദിനത്തിൽ ഈ പറയുന്ന മേടം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് തർക്കമില്ല. എന്തായാലും എല്ലാ ഗുണങ്ങളും ഭഗവാൻ ഇവർക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്നോ, അടുത്തതായിട്ട് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന മകീരം, അര, തിരുവാതിര, പുണർത്തത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ചേരുന്നതാണ് മിഥുനക്കൂർ. അപ്പൊ ഈ പറയുന്ന മിഥുനക്കൂറിലെ നക്ഷത്രക്കാർക്ക് സംസാരത്തിലും പ്രവൃത്തിയിലും വിജയമുണ്ടാകും. വളരെയധികം നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്താൻ അവർക്ക് ഈ ഒരു സമയം കഴിയും. ഈ വിജയദശമിയോട് ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിൽ ഉടനടി ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. തൊഴിലിൽ പുരോഗതി, ബിസിനസ് മേഖലയിൽ വളർച്ച ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവരുടെ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇരട്ടിയാണ്. ഇവരുടെ ജീവിതത്തിൽ വളർച്ച വരുന്നതിനുള്ള സാധ്യതകൾ ഇരട്ടിയാണ് എന്നുള്ളതാണ്. പരീക്ഷകൾ തന്നെ ഉന്നത വിജയം ഇവർക്ക് കരസ്ഥമാക്കാൻ കഴിയും. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വിജയം സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഈ വിജയദശമി ദിനത്തിൽ ഇവർക്ക് തുടക്കം മുതൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും. അത് ഏത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ്. അതുപോലെ കഠിനാധ്വാനത്തിന്റെ, നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫലം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. കുറെ കാലമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടി ടെൻഷൻ അടിച്ചു ഒക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് എനിക്ക് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല, അതിന്റെ പകുതി പോലും എനിക്ക് ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് ഈ വിജയദശമി കഴിയുന്നതോട് കൂടിയിട്ട് കഴിയുന്നതോട് കൂടിയിട്ട് ആ ഒരു ആ കഷ്ടപ്പാടിന്റെ ഒക്കെ ഫലം ഇവർക്ക് കണ്ടു തുടങ്ങും എന്നുള്ളത് തീർച്ചയാണ്. അതായത് സ്വകാര്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഇവർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ലഭിക്കുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. എത്രത്തോളം കിട്ടും എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും കച്ചവടം ചെയ്യുന്നവർക്ക്, വ്യാപാരികൾക്ക് നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക. എന്തായാലും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയായിട്ട് മീനം രാശിയാണ്. മീനം രാശി വരുന്ന പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ചേരുന്നതാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധാരാളം ഈ വിജയദശമി ദിനത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ തീർച്ച തന്നെയാണ്. സാമ്പത്തിക ലാഭത്തിൽ വളരെയധികം ലാഭം നേടാൻ കഴിയുന്ന സമയമാണ്. പലതരത്തിലും ലാഭം കിട്ടുമെന്നാണ്. പലപ്പോഴും നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന തരത്തിലായിരിക്കും. വിദേശത്തേക്ക് പല അവസരങ്ങളും ഇവരെ തേടിയെത്തും. പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. എന്തായാലും ഈ സമയത്ത് നല്ല അവസരങ്ങൾ വന്നു ചേരും. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഒരു തീരുമാനമാവും. കാരണം ആരോഗ്യകരമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ആശ്വാസമാവും ഈ വിജയദശമിയോട് ബന്ധപ്പെട്ടിട്ട്. എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുമെന്ന് തന്നെ പറയാം. കുടുംബത്തിൽ നല്ല മംഗള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ വർദ്ധിക്കും. പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ഉണ്ടാകും. സമൂഹത്തിൽ ബഹുമാനവും പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ്. ലക്ഷ്മി ദേവി നിങ്ങളെ വേണ്ടുവോളം അനുഗ്രഹിക്കും എന്നുള്ളതാണ്. മീനം രാശിക്കാരെ ലക്ഷ്മി ദേവി വേണ്ടുവോളം അനുഗ്രഹിക്കുന്ന സമയം കൂടിയാണ്. പല അനുകൂലമായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഉയരത്തിൽ ജീവിതത്തിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ അങ്ങോളം ഇങ്ങോളമുള്ള ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളത് മീനം രാശിക്കാരെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന തരമായിരിക്കും ഈ ഒരു വിജയദശമി ദിനത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക. എന്തായാലും ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്നതാണ് ധനുക്കൂറ്. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ വിജയദശമി ദിനത്തിൽ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല ഗുണാനുഭവങ്ങളും മാറ്റങ്ങളും സംഭവിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. സന്തോഷവും സമാധാനവും ഇവർക്ക് ഉണ്ടാകും ഈ ഒരു സമയത്ത്. വളരെയധികം ബുദ്ധിമുട്ടി ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഒരു സമാധാനം ലഭിക്കും എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ സമാധാനം നമ്മുടെ സാമ്പത്തിക ശേഷി തന്നെയാണ്. സാമ്പത്തികം വർദ്ധിക്കുമ്പോൾ തന്നെ 90% പ്രശ്നങ്ങളും ഓരോരുത്തരെ ഒഴിഞ്ഞു പോകുന്നുള്ളത് സത്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതന്നെ എന്ത് ആരോഗ്യകരമായ പ്രശ്നങ്ങളുള്ളവർക്ക് എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ചങ്കൂറ്റം, അതുപോലെ ആരോഗ്യകാര്യത്തിൽ ഒരു ദൃഢമായ വിശ്വാസം, എനിക്കൊന്നുമില്ല എന്നുള്ള, എനിക്ക് ആരോഗ്യപരമായിട്ടൊരു പ്രശ്നങ്ങളുമില്ല എന്നുള്ള ഒരു വിശ്വാസവും നിങ്ങളെ ബലപ്പെടുത്തുന്നതായിരിക്കും. എന്ത് തന്നെ പ്രശ്നങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ പെട്ടെന്ന് പരിഹാരം കാണുന്നതാണ്. ദാമ്പത്യ ജീവിതം ദൃഢമാവും എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഈ ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കാൻ തുടങ്ങും. എന്തെങ്കിലും പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ വല്ലതും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അവസരം, നല്ല രീതിയിലുള്ള അവസരങ്ങൾ വരും. അതിൽ നിന്ന് പണം ലാഭിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ കടങ്ങളെല്ലാം വിട്ടകരുന്നതായിരിക്കും. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടങ്ങളൊക്കെ തീർന്ന് ഒരു നല്ല വഴി ദേവി കാണിച്ചു തരുന്നുള്ളതിൽ സംശയം വേണ്ട. ബിസിനസ്സിൽ വലിയ ലാഭം തേടിയെത്തും. നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലാഭം തേടുന്നുള്ളത് ഉറപ്പാണ്. നിക്ഷേപങ്ങളൊക്കെ നിന്ന് മെച്ചമുണ്ടാകും. ജീവിതത്തിൽ ലാഭം തന്നെയായിരിക്കും അതിൽ ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മാറ്റങ്ങൾ വളരെയധികം ജീവിത നിലവാരം ഉയർത്തും എന്നുള്ളതിൽ ധനുരാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും നല്ല ഒരു മാറ്റങ്ങളായിരിക്കും ധനുരാശിക്കാർക്ക് ഉണ്ടാകുക. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം നക്ഷത്രക്കാർക്ക് എല്ലാ ജീവിത വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണ് നോക്കാം. അടുത്തതായിട്ട് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ അരഭാഗം ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിജയദശമി തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പലതരത്തിലുള്ള തൊഴിൽ മാറ്റങ്ങൾ ലഭിക്കും. കാരണം എടുത്തു പിടിച്ച് തൊഴിൽ ആരും മാറിപ്പോകരുത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ ചാരവശാലുള്ള ഫലം എല്ലാവർക്കും അനുകൂലമാവില്ല. ഇത് പൊതുഫലമാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ചു കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങളെ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൊണ്ടുവരും. പല കാര്യങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന സംശയം വേണ്ട. ബിസിനസ് പുരോഗതി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക്, കന്നിരാശിക്കാർക്ക് പെട്ടെന്ന് തന്നെ പുരോഗതി ലഭിക്കുന്ന ഒരു സമയത്തൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഈ വിജയദശമി ദിനത്തിൽ ദേവിയുടെ അനുഗ്രഹം, കടാക്ഷം വളരെയധികം വേണ്ടുവോളമുള്ളവരാണ് കന്നിരാശിക്കാര്. എല്ലാവർക്കും ഉണ്ട്, പക്ഷെ പ്രത്യേകം പറയാണ്, കന്നിരാശിക്കാർക്ക് പ്രത്യേകം എടുത്തു കാണുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയാണ്. കാരണം നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് തൊഴിൽ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഈ സമയത്ത് ബുദ്ധിമുട്ടി തൊഴിലില്ല, എനിക്ക് ജോലിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ശ്രമം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴിൽ നേടാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളെ ഒരു പരിശ്രമം കൂടി ഇവിടെ ആവശ്യമാണ്. നമ്മൾ മിണ്ടാതിരുന്നാൽ ഒന്നും ലഭിക്കില്ല. അപ്പൊ നമ്മളെ പരിശ്രമമാണ് താൻ പാതി ദൈവം പാതി എപ്പോഴും പറയുന്ന മാതിരി. നമ്മളെ പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാവും ജീവിതത്തിൽ. അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യം കൊണ്ടും നമുക്ക് ഉയരത്തിലെത്താൻ കഴിയുന്നതാണ് കന്നിരാശിക്കാർക്ക്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം വീട്ടിലുണ്ടാവും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പഴയ കലഹങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയും കന്നിരാശിക്കാർക്ക്. വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് പുനർവിവാഹത്തിന് സാധ്യത കൂടുതലാണ്. വീണ്ടും ആ വിവാഹം വന്ന് നടക്കാൻ സാധ്യത കൂടുതലാണെന്ന് അർത്ഥം. അവിവാഹിതർക്ക് വിവാഹ യോഗം കാണുന്നു. ദാമ്പത്യ ജീവിതം ഈ സമയത്ത് മികച്ച നേട്ടങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക. സന്തോഷവും സമാധാനം പ്രത്യേകിച്ച് ഉണ്ടാവും. അഭിപ്രായ ഭിന്നതകൾ മാറി നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ ഈ കന്നിരാശിക്കാർക്ക് കഴിയുന്നതായിരിക്കും. നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ചില നിക്ഷേപങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിൽ നിന്ന് മികച്ച വരുമാനം കിട്ടും. അങ്ങനെ പല ഗുണങ്ങളും കന്നിരാശിക്കാർക്ക് ഈ വിജയദശമി ദിനത്തോട് ബന്ധപ്പെട്ട് ഉണ്ടാവും എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ
ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. എല്ലാ അമാവാസ്യക്കും ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് നമുക്ക് പുതിയൊരു അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.